തലസ്ഥാനത്ത് ബി.ജെ.പി. സംഘടിപ്പിച്ച പരിപാടിയിൽ വേദിയിൽ ഇരിപ്പിടം പോലും ലഭിക്കാതെ പോയവരെക്കുറിച്ചും ഉപവിഷ്ടരായിട്ടും വേണ്ട പരിഗണന ലഭിക്കാതെ പോയവരെക്കുറിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നാൽ അതേ വേദിയിൽ ഉണ്ടായിരുന്ന ബി.ജെ.പിയിലെ ചില പുതുമുഖങ്ങളെക്കുറിച്ചും സംസാരിക്കേണ്ടത് അനിവാര്യമാണ്. 2020 ചീഫ് സാബു എം ജേക്കബ് എൻ.ഡി.എ മുന്നണിയുടെ ഭാഗമായത് രാഷ്ട്രീയ കേരളത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയമായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും സന്ധി ചെയ്യില്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി സ്വതന്ത്രമായി നിൽക്കുമെന്നും ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരുന്ന സാബു ജേക്കബ് ഒടുവിൽ ബി.ജെ.പി. പാളയത്തിലേക്ക് എത്തിയപ്പോൾ കിഴക്കമ്പലത്തും പരിസര പ്രദേശങ്ങളിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. അധികാരത്തിന് വേണ്ടിയോ സീറ്റിന് വേണ്ടിയോ താൻ ഒരിക്കലും ബി.ജെ.പിയുടെ പിന്നാലെ പോകില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച സാബുവിന്റെ ഈ ചുവടുമാറ്റം 2020 പാർട്ടി അനുകൂലികൾക്കുള്ളിൽ കടുത്ത അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മുന്നണിയോടും ചേരില്ലെന്ന് വിശ്വസിപ്പിച്ച് തങ്ങളുടെ വോട്ട് വാങ്ങി അധികാരം വാങ്ങിയ ശേഷം തങ്ങളോട് ഒരു വാക്കുപോലും ചോദിക്കാതെ ഏകപക്ഷീയമായി സാബു ജേക്കബ് ഇത്തരമൊരു തീരുമാനമെടുത്തത് അംഗീകരിക്കാനാവില്ലെന്നാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത്. എൻ.ഡി.എ ബാന്ധവം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും തങ്ങൾ പാർട്ടി വിടുകയാണെന്നുമാണ് ഭൂരിഭാഗം പ്രവർത്തകരും പറയുന്നത്. സാബു ജേക്കബ് തന്റെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ നേട്ടങ്ങൾക്ക് വേണ്ടി തങ്ങളെയും 2020 എന്ന പ്രസ്ഥാനത്തെയും ബി.ജെ.പിക്ക് വിറ്റുവെന്ന വികാരം സാധാരണക്കാരായ പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. പലരും ഇതിനകം തന്നെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറാൻ തുടങ്ങിക്കഴിഞ്ഞു. പി.സി. ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മുൻപ് സമാനമായ രീതിയിൽ ബി.ജെ.പിയുമായി കൈകോർത്തപ്പോൾ ഉണ്ടായ അതേ തകർച്ച സാബു ജേക്കബിനും സംഭവിക്കുമെന്ന് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പണിപ്പെട്ട് 3 സീറ്റ് നിലനിർത്താൻ സാധിച്ചെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ ഈ സ്വാധീനമെങ്കിലും നിലനിർത്തുക എന്നത് സാബുവിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മല ആയിരിക്കുമെന്ന് ഉറപ്പാണ്. സാബു ജേക്കബിന്റെ ഈ നീക്കത്തിന് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന ആക്ഷേപവും ശക്തമാണ്. കിറ്റക്സിന്റെ സാമ്പത്തിക ഇടപാടുകളും തൊഴിൽ നിയമ ലംഘനങ്ങളും സംബന്ധിച്ച പരാതികൾ കേന്ദ്ര ഏജൻസികൾക്ക് മുൻപിൽ എത്തിയ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സുരക്ഷിത താവളം തേടലാണ് ഈ എൻ.ഡി.എ പ്രവേശനമെന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തണലിൽ ബിസിനസ് സാമ്രാജ്യം സംരക്ഷിക്കാനാണ് അദ്ദേഹം ജനങ്ങളെ വഞ്ചിച്ചതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ വലിയ മുന്നേറ്റം നടത്തുമെന്ന കണക്കുകൂട്ടലിലാണ് താൻ ഈ തീരുമാനമെടുത്തതെന്നാണ് സാബു ജേക്കബ് അനുകൂലികൾ വാദിക്കുന്നത്. അതേസമയം ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വിവേചനങ്ങളും ആക്രമണങ്ങളും നിലനിൽക്കുമ്പോൾ സാബു ജേക്കബ് എടുത്ത ഈ തീരുമാനം വലിയൊരു വിഭാഗം ജനങ്ങളെ അതൃപ്തിയിലാക്കിയിട്ടുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിട്ടും കേന്ദ്രത്തിൽ നിന്ന് വാഗ്ദാനം ചെയ്ത വികസന പദ്ധതികൾ എങ്ങും എത്തിയിട്ടില്ലെന്ന യാഥാർത്ഥ്യം വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നു. കേന്ദ്ര ടാക്സുകൾ വഴിയും ടോളുകൾ വഴിയും ജനങ്ങളെ പിഴിയുന്ന സർക്കാരിനൊപ്പം ചേരുന്നത് വികസനത്തിന് വേണ്ടിയാണെന്ന സാബുവിന്റെ വാദങ്ങളെ ജനങ്ങൾ പുച്ഛത്തോടെയാണ് തള്ളിക്കളയുന്നത്. വോട്ടർമാരെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ചൂടുമാറ്റം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫിനായിരിക്കും വലിയ ഗുണം ചെയ്യുക എന്നാണ് രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായും വിഴുങ്ങിക്കൊണ്ടുള്ള സാബു ജേക്കബിന്റെ ഈ രാഷ്ട്രീയ പരീക്ഷണം 2020 എന്ന പ്രസ്ഥാനത്തിന്റെ തകർച്ചയുടെ തുടക്കമായാണ് കിഴക്കമ്പലത്തെ ജനങ്ങൾ കാണുന്നത്. തന്റെ വാക്കിന് ഒരു വിലയുമില്ലെന്ന് തെളിയിച്ച സാബുവിനെ ജനങ്ങൾ വരും തെരഞ്ഞെടുപ്പുകളിൽ പാഠം പഠിപ്പിക്കുമെന്ന് ഉറപ്പാണ്.